കപ്പ് കൊടുത്ത എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. ജിൻഡോനെ കളിയാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജിൻഡോ അവരോട് സംസാരിക്കുന്നില്ല? സുഹൃത്തിനെ ഒരു കാര്യം പറയട്ടെ. അതായത് ഇപ്പം നിങ്ങൾ പല മീഡിയാസാണത് അല്ലേ? ഇപ്പം നിങ്ങളൊരു കണ്ടന്റ് ഇടുമ്പോൾ നിങ്ങൾ മറ്റാളുകൾ വിളിച്ച് ചോദിക്കും, നീ എന്തിനാ ഇട്ടെന്ന് ചോദിക്കും. നിങ്ങൾ അവരുടെ അടിയുണ്ടാക്കണ്ടോ? അടിയുണ്ടാക്കണ്ട. എന്തുകൊണ്ടാ? അതായത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ചോദിക്കണവനെ ബുദ്ധിയില്ലാത്ത, മനസ്സിലായ? അത് ചോദിക്കണവനെ ബുദ്ധിയില്ലാത്ത. കാരണം നിങ്ങൾ അത് ചിന്തിക്കണം. എന്താ മിണ്ടണ്ട, ഓക്കെ, എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും, അതല്ലേ നിങ്ങളുടെ സാധനം അതല്ലേ? അത് എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ബിഗ് ബോസ് ജയിച്ച് കപ്പ് അടിച്ച് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ മണ്ടനാണ്, ഞാൻ അതാണ്, ഞാൻ അടിക്കാത്തവനാണ് എന്ത് പറഞ്ഞിട്ടും എൻ്റെ കപ്പ് മേടിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് കിട്ടിയ കാശും മേടിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാധനമാണ്. ഞാൻ പിന്നെ എല്ലാവർക്കും പുറത്തേക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് വേറെ ആരുടെയും കപ്പ് പിടിച്ചിട്ട് ഫോട്ടോ കണ്ടല്ലോ, എൻ്റെ ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ. ഈ പറഞ്ഞവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കപ്പ് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പൊക്കോ. അത് മാത്രം കൊണ്ട് അതുകൊണ്ട് മാത്രം സഹിക്കുക, അത്ര മാത്രം സഹിക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ജിൻഡോനെ വിഷമിപ്പിച്ച ഒരാളാരാണ്? മത്സരാർത്ഥി ജിൻഡോ കൂടെ ജിൻഡോ വിചാരിക്കാത്ത രീതിയിൽ ജിൻഡോനെ എപ്പോഴും കളയാക്കിക്കൊണ്ടിരിക്കുന്നത് സിജോം സായും ഇങ്ങനെ എന്തൊക്കെ പറയണ. പക്ഷെ ഇപ്പൊ പറയലല്ലോ എന്താ പറ്റി? എന്തേലും ജിൻഡോ കൂടെ എന്തോ അറിയില്ല എന്താന്ന്. കാരണം അവർക്ക് മടുത്തിട്ടില്ല. കൂടോത്രമുണ്ടോ? അറിയാം എനിക്കാ കൂടോത്രം പറഞ്ഞ ശരിക്കും എന്താ കൂടോത്രം? എന്താ ശരിക്കും എന്താ കൂടോത്രം പറഞ്ഞേ? നമ്മളെ കുറിച്ച് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വേറെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. അതായത് യേശു കർത്താവുണ്ടെങ്കിൽ പിശാചുണ്ട്, ഉറപ്പ്. നമ്മൾ ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാന്ന് ഞാൻ പറയുള്ളൂ. എന്താ കാരണം പറയട്ടെ? നിങ്ങളത് ചിന്തിക്കാം. ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാന്ന് പറയുള്ളൂ. നമ്മൾ അത്രയും പേര് പ്രാർത്ഥിക്കണം, നമ്മൾ പള്ളി ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അത്രയും ദയുണ്ട്, അത്രയും വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കഷ്ടകാലങ്ങളില്ലേ? അല്ലെന്നാ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ട് കാര്യമില്ല. അതായത് എനിക്കെതിരെ കൂടെ ഒരു കാര്യമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ നശിച്ചിട്ട് പോയിട്ടില്ല. എന്തൊക്കെയും ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ അടുത്ത ചെയ്യുന്ന മൂവി ആരോടെയാ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നമ്മളിപ്പോ ചെയ്തേക്കണ മൂവി നിങ്ങൾ നോക്കണ്ട, അതിന് അടുത്ത് ചെയ്യാൻ. ഈ പെൺ കേസിൽ ഒരുപാട് എലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുക ഓരോ രീതിയിലും. അത് മറ്റുള്ളവരാണ് സംസാരിക്കുന്നത്, ഈ പറഞ്ഞ മത്സരാർത്ഥികള്. അപ്പൊ ഈ അടുത്ത സിജോനെ പറ്റിയിട്ടും ജിൻഡോ സംസാരിച്ചിരുന്നു, നിങ്ങളുടെ ഇടയിലുള്ളൊരു അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് സത്യാവസ്ഥയുണ്ടോ നിലവിൽ? ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ ലോകത്ത് ശരിക്കും തുറന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ അഫയർ ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. പിന്നെ എന്താ പറയാ, ഒരു കന്യകനായിട്ടുള്ള ഒരു ആണിനും പെണ്ണും കേട്ടാന്ന് ആരും വിചാരിക്കണ്ട. ഉറപ്പ്, ഒരു ആണിനും പെണ്ണും കേട്ടാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തോന്നലായിരിക്കും. ചിലപ്പോൾ ഉണ്ടാവും, ഒരു 90% ചിലപ്പോൾ ഉണ്ടാവും, 10% ഉണ്ടാവും. ഇതെന്താ അങ്ങനെ പറയണെന്നറിയോ? ഇപ്പൊ ചിലപ്പോ വീട്ടിലേക്ക് അമ്മമാര് ചിലപ്പോൾ നമ്മളടിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, അതായത് ഏറ്റവും കൂടുതൽ ചിന്തിക്കണം. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഓപ്പണായിട്ട് പറയാം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്, അതാണ് കറക്റ്റ്. സെക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈഫ് കൊടുക്കരുത്. സെക്സ് വേറെ, ലൈഫ് വേറെ. ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് ഇന്ന് പിള്ളേർ ചെയ്യണത്. ഇവിടെ എല്ലാവരും ചെയ്യണതിന് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ. അത് ഇപ്പൊ നമ്മുടെ ഈ നിൽക്കുന്ന ഈ തലമുറ ചിലപ്പോൾ ആയിരിക്കില്ല, ജെൻസി അല്ലെങ്കിൽ അതായത് വളർന്നു വരുന്ന തലമുറയുടെ കാര്യങ്ങളാണ് പറയണത്. അതായത് നിങ്ങൾ ലൈഫിൽ എല്ലാവർക്കും, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികളായാലും, ലവ് ചെയ്യുമ്പോൾ അവര് ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരാള് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് മേ ബി ഒരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഈ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ മറ്റാൾക്ക് മനസ്സിലാവും ഈ അറ്റാച്ച്ഡ് ആണോ എന്ന്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? ഇവിടെ ഊരിപ്പാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീടുള്ളൊരു കാര്യമാണ് ജിൻഡോയുടെ വിവാഹത്തെ കുറിച്ച്. ജിൻഡോ ഇപ്പൊ കാറ്ററിംഗ് വരെ ഏൽപ്പിച്ചൊരു വിവാഹമായിരുന്നു മുന്നേ പറഞ്ഞിരുന്നു. ഇതുവരെയായിട്ട് നടന്നിട്ട്